ഡിവോഴ്സിൻ്റെ ആ ഒരു സ്റ്റേറ്റിലെത്തുമ്പോഴാണ് നമ്മളുടെ അടുത്തോട്ട് വരുന്നത്. അവർ പറയുന്നത് അവരുടെ ഹസ്ബൻഡ് ഭയങ്കര ഒരു വിഷമത്തിലാണ് വന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അവരുടെ ലൈഫിൽ മുന്നേ പ്രോബ്ലം ഒന്നുമില്ല, കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ലൈഫിൽ മുന്നേ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നു. ഈ 2-3 വർഷമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ. അപ്പോൾ പിന്നെ നമ്മൾ റൂട്ട് കോസ് എടുത്തപ്പോൾ സർപ്രൈസുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഭാര്യയുടെ പരാതി. എന്നെ പരിഗണിക്കുന്നില്ല, സർപ്രൈസുകൾ കിട്ടുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീലിലൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കൊരു വിഷമമായി പോവാണ്. അപ്പോൾ ഇതിലൊരു കാര്യമേ ഉള്ളൂ, നമ്മൾക്ക് ഗിഫ്റ്റ് വേണമെന്നെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനോട് തലേ ദിവസം പറയുക, എൻ്റെ ബർത്ത്ഡേ ആണ്, നമ്മളുടെ ആനിവേഴ്സറി ആണ്, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ എനിക്ക് സന്തോഷമാവും. നമ്മൾ തുറന്ന് ചോദിക്കുക, അല്ലാതെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്ട് ചെയ്യും പക്ഷെ പറയില്ല. സെക്കൻഡ് പേഴ്സൺ ഇത് അറിയില്ല. എന്നിട്ട് നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസം നമ്മൾ തന്നെയാണ് ഇങ്ങനെ പ്രയാസാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുക, കിട്ടിയാൽ ഓക്കെ, അതുപോലെ നമ്മൾ കൊണ്ടുപോകണം. പിന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായ കാര്യം, ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഭയങ്കര കമ്പാരിസൺ ആയി തുടങ്ങി. അതായത് ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് നമ്മൾ എത്താനുള്ള ഒരു സ്ട്രഗിളായി പിന്നീട്. അപ്പോൾ ഭർത്താവിനോട് നിരന്തരമായിട്ട് ഇത് പറയുക. അപ്പോൾ എന്താ ചെയ്ത് ഈ പാർട്ട്ണർ ഇവരുടെ ഇടയിൽ ഭയങ്കര ഒരു ഗ്യാപ്പ് വന്നു തുടങ്ങി. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം ഭർത്താവിനും, ഭാര്യ പറഞ്ഞത് കേൾക്കുന്നില്ല എന്നുള്ള ഭാര്യയ്ക്കും ഭയങ്കര വിഷമമായി തുടങ്ങി. അപ്പോൾ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഗ്യാപ്പായി തുടങ്ങി. വലിയൊരു ഗ്യാപ്പിലെത്തിയിട്ട് ഡിവോഴ്സിൻ്റെ ആ ഒരു സ്റ്റേറ്റിലെത്തുമ്പോഴാണ് നമ്മളുടെ അടുത്തോട്ട് വരുന്നത്. പക്ഷേ പതിയെ ഹീൽ ചെയ്ത് പല കാര്യങ്ങൾ അവരിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ രണ്ടുപേർക്കും ഈ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റി തുടങ്ങി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെ മാത്രം മനസ്സിലാക്കുന്നുള്ളൂ, ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് ലൈഫിനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്.